ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഴവും ബിസ്ക്കറ്റും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് എളുപ്പത്തിൽ തയ്യാറാക്കണമെന്ന് നോക്കാം. ഒരു ലേഡ് പുഡിങ് ആണ് കേട്ടത്. വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ബേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ബനാന ബിസ്ക്കറ്റ് പുഡിങ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ബനാന ബിസ്ക്കറ്റ് പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് പാലാണ് കേട്ടോ എടുക്കണത്. 250 ml കപ്പിൽ 2 കപ്പ്, അതായത് 1/2 ലിറ്റർ പശുവിൻ പാലാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ചെടുക്കാത്ത പാൽ തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്, അതായത് 1/4 കപ്പ് അളവിൽ കേട്ടോ. പിന്നെ നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തന്നെ മതി കേട്ടോ. ഇനി ഈ പാല് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം ഞാനിപ്പോൾ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ അൺസ്വീറ്റഡ് കൊക്കോ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, 3 ടേബിൾ സ്പൂൺ അളവിൽ. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. അതായത് കൊക്കോ പൗഡറും പാലും കൂടി നന്നായിട്ട് തന്നെ കട്ടകളില്ലാതെ മിക്സ് ആയിട്ട് വരണം കേട്ടോ. ഞാനിപ്പോൾ എടുത്ത പാല് തണുത്ത പാലായ കാരണം മിക്സ് ആയിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ചെറിയ ചൂടുള്ള പാലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് വന്നോളൂ കേട്ടോ. ഇതും മിക്സ് ആയിട്ട് വരും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു വിസ്കൊക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് വന്നോളൂ കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ആണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ, ഈ സെയിം അളവിൽ തന്നെ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കട്ടകളില്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പാലുണ്ടല്ലോ, അത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. അതിനുശേഷം മാത്രമേ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ 2 മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ പാലൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാല് ചെറുതായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോറും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് കൊക്കോ പൗഡറും പാലും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഡയറക്റ്റ് ഈ പാലിലേക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ കട്ടകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ചെറിയ ചൂടോട് കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് കാരണമാണ് ഇങ്ങനെ സെപ്പറേറ്റ് മിക്സ് ചെയ്ത് വെക്കണത്. നിങ്ങൾക്ക് ഡയറക്റ്റ് എന്താ പറയുക മിക്സ് ചെയ്ത് കൊടുക്കണത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാവുമ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് കുറുകി വരണം. ഈ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരണം. അതുപോലെ കോൺഫ്ലോർ ഒന്ന് കുക്കായിട്ട് വരണം. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനനുസരിച്ച് എസെൻസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പൈനാപ്പിൾ എസെൻസ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വാനില എസെൻസ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ അളവിലൊക്കെ മതി കേട്ടോ. ഒരുപാട് അളവിലൊന്നും എസെൻസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടകളൊക്കെ പോലെ വരും. കാരണം കോൺഫ്ലോറൊക്കെ അല്ലേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി ഇതൊന്ന് കുക്കായിട്ട് തന്നെ വരണം കേട്ടോ. കണ്ടില്ലേ, തിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തിക്കായിട്ട് വരണ്ട, കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്കിത് വേണ്ടത്. ഒരുപാട് തിക്കായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് തണുത്ത് വരുമ്പോൾ വീണ്ടും ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ട് മാറും. നമുക്ക് ഇത് എന്താ പറയുക, ഒരു പോറിങ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. നമുക്കിത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം ഇത് തയ്യാറാക്കി എടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു മധുരം ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു കുക്ക് ചെയ്തെടുത്തിരുന്നത്. ഇനിയിപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്യുള്ളൂ കേട്ടോ. ചൂടോടുകൂടി ഒരിക്കലും നമ്മൾ പുഡിങ് റെഡിയാക്കി എടുക്കില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് ഞാനിനിയിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്
1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് കേട്ടോ. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് സാധാരണ പച്ചവെള്ളം ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് വന്നോളും. കണ്ടില്ലേ, ഇതിപ്പോൾ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാനിപ്പോൾ പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ റോബസ്റ്റ പഴമാണ്. നന്നായിട്ട് പഴുത്ത പഴം ഉപയോഗിക്കുക. അതായത് ഒരുപാട് പഴുത്ത പഴം എടുക്കണ്ട, പക്ഷെ എന്നാലും അത്യാവശ്യം പഴുത്തിട്ടുണ്ടാവണം കേട്ടോ. ആ ഒരു രീതിയിലുള്ള പഴം തന്നെ ഉപയോഗിക്കുക. ഇനി ഇത് നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അത്യാവശ്യം തിന്നായിട്ടുള്ള സ്ലൈസസ് ആയിട്ട് തന്നെയാണ് ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഞാനിപ്പോൾ ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് 3 പഴമാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണത്. എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് റോബസ്റ്റ പഴം തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഏത് പഴമാണോ താല്പര്യം ആ ഒരു പഴം നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ നേന്ത്രപ്പഴമാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ പഴം തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. പഴത്തിന് പകരം നിങ്ങൾക്ക് നന്നായിട്ട് പഴുത്ത മാങ്ങയാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉപയോഗിക്കാം. ഇനി അത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അതിന് ശേഷം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു കോഫി ഉണ്ടല്ലോ, അതിലേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബിസ്ക്കറ്റാണ്. ഞാനിപ്പോൾ മാരി ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 15 ബിസ്ക്കറ്റാണ് ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ കോഫിയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൽ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്ത് വെക്കണത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഓരോ ബിസ്ക്കറ്റ്സും ഇതുപോലെ നിരത്തി വെക്കുക കേട്ടോ, കോഫിയിൽ മുക്കിയതിന് ശേഷം. ഇതിലിപ്പോൾ ഞാൻ മധുരമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ കോഫിയുടെ മിക്സിൽ മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ബിസ്ക്കറ്റിന് അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ മാരി ബിസ്ക്കറ്റ് തന്നെ ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ബിസ്ക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് ലെയർ ആയിട്ടാണ് നമ്മൾ ഈ ബിസ്ക്കറ്റ് കൊടുക്കുന്നത്. നമ്മൾ ലെയേർഡ് പുഡിംഗ് ആണല്ലോ തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് വീണ്ടും പഴമാണ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ വെച്ച് കൊടുത്ത ആ സെയിം രീതിയിൽ തന്നെ. കണ്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ, പഴം മുഴുവനായിട്ട് തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ചോക്ലേറ്റിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ മിക്സ് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. തണുത്ത് വന്നതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ എത്ര ലെയേഴ്സ് ആയിട്ടാണ് തയ്യാറാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത്യാവശ്യം കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. അപ്പോൾ തന്നെയായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, എങ്ങനെയാലും മതി. എല്ലാവിടെയും ഒരുപോലെ വരണം, അത്ര തന്നെ ഉള്ളൂ. ഇനി വീണ്ടും അടുത്ത ലെയർ നമ്മൾ കൊടുക്കുന്നത് ബിസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ. ആ കോഫിയുടെ ആ ഒരു മിക്സിൽ മുക്കിയതിന് ശേഷം അത് വെച്ച് കൊടുക്കുക. അതായത് ബിസ്ക്കറ്റ് ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക, കുറേ സമയം അങ്ങോട്ട് മുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ കോഫിയുടെ മിക്സിൽ ജസ്റ്റ് ഒന്ന് മുക്കുക, അതിന് ശേഷം വെക്കുക, അത്രേ തന്നെ മതി. അപ്പോഴായിരിക്കും ഈ പുഡിംഗ് നന്നായിട്ട് തന്നെ വരിക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ അടുത്ത ലെയർ മുഴുവനായിട്ട് നമുക്ക് ബിസ്ക്കറ്റ് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലെയേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ എടുത്ത പാത്രത്തിൽ എത്ര ലെയേഴ്സ് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കിയ ഒരു മിക്സ് കഴിയണ വരെ ഇതുപോലെ അടുത്ത ലെയേഴ്സ് അങ്ങനെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ വീണ്ടും ബനാന തന്നെയാണ് വെച്ച് കൊടുക്കണത് കേട്ടോ. കണ്ടില്ലേ, ബനാന മുഴുവനായിട്ട് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, പഴം ഞാൻ മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ചോക്ലേറ്റിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഞാൻ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കിയുള്ള ഒരു മിക്സ് മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അതിനുശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പുഡിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിത് ബേക്ക് ചെയ്തൊന്നും എടുക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പുഡിങ് തന്നെയാണ് കേട്ടോ. വളരെ കുറച്ച് ചേരുവകൾ മാത്രമല്ല വേണ്ടു. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് മുറിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നട്ട്സ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കാഷ്നട്ടും ബദാമുമാണ് ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കണത് കേട്ടോ.
പിന്നെ ഇത് നമുക്കിനി തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 6-7 മണിക്കൂർ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അതിനുശേഷം കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പിസ്ത കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കണതാണ് കേട്ടോ. ഇതൊന്നും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഒരു പുഡിങ് നമുക്ക് തലേദിവസം ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കറക്റ്റായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ് തന്നെയാണ്. വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരുപാട് മധുരം ഒന്നുമില്ല, ആവശ്യത്തിനുള്ളൊരു മധുരമാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഒരു പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അൺമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ സാധാരണ ഇങ്ങനത്തെ ടൈപ്പ് പുഡിങ്സ് അൺമോൾഡ് ചെയ്തെടുക്കാറില്ല. വേണമെന്നുണ്ടെങ്കിൽ അൺമോൾഡ് ചെയ്യാം. ഞാൻ കാണിക്കാം അൺമോൾഡ് ചെയ്യണത് എങ്ങനെയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന സിമ്പിളായിട്ടുള്ള പുഡിംഗ് ആണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് നോക്കുമ്പോൾ അടിപൊളി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പുഡിംഗ് തന്നെയാണ് കേട്ടോ ഇത്. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ആ പുഡിങ്ങിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് വന്നിട്ടുമുണ്ട്. കണ്ടില്ലേ. ഇനി ഞാനിപ്പോൾ ഇതൊന്ന് അൺമോൾഡ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് വന്നാലും അൺമോൾഡ് ചെയ്തൊന്ന് കാണിക്കാം. കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അൺമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അൺമോൾഡ് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കഴിക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ചോക്ലേറ്റ് ബനാന ബിസ്ക്കറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പ്രതീക്ഷിക്കണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.